പ്രാർത്ഥന കഴിഞ്ഞ് സൂത്രാണെങ്കിൽ ഞാൻ തിരുമേനി കൂടെ നിന്നെല്ലാം നല്ല ഭംഗിയായ രീതിയിൽ ചൊല്ലി ഇതെല്ലാം കഴിച്ച് പ്രാർത്ഥന തീർന്നു കഴിഞ്ഞപ്പം ആ പ്രാർത്ഥനയുടെ അവസാനത്തെ ഭാഗം പ്രീഖിത്തുള്ള മറിയ പുൽഹൂൻ ഹൗദാബാജ് എന്നുള്ള പ്രാർത്ഥനയ്ക്ക് പകരം തിരുമേനി തുടങ്ങുന്നത് ബ്രീഖിത്തുള്ള മറിയ പുൽഹൂൻ ഹൗദാബാജ് മായ വറവാൻഹോൻ മാറയ്ക്കുള്ള ആ പ്രാർത്ഥന ആദ്യം പോലെ തുടങ്ങുന്നത്. അപ്പം ഞാൻ തിരുമേനിയോട് ചോദിച്ചു, തിരുമേനി നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ, ഇപ്പം ഈ അവസാനത്തെ ബ്രീഖിത്തുള്ള മറിയ ചെല്ലിയാൽ പോലെ ചോദിച്ചു. ഉടനെ തിരുമേനിയോട് പറഞ്ഞ മറുപടി, അച്ഛാ നമ്മൾ ആരെ മാറ്റി വെച്ചായിരുന്നു പ്രാർത്ഥനയ്ക്ക് കുറവ് വരുന്നത്. ഈ സർവശക്തനായ ദൈവം ഈ ദേവാലയത്തിൽ എഴുന്നേൽക്കുന്നു. തമ്പുരാനെ പറ്റമ്മ സകല പരിശുദ്ധന്മാരും ശുദ്ധിമതികളും ഈ പള്ളി നിറച്ച ആളുകളെ ഇവരേക്ക് ഞാൻ കാണുന്നുണ്ട്. ദൈവത്തെ മാറ്റി നിർത്തി അല്ലെങ്കിൽ ദൈവത്തെ കാണാൻ നമുക്കൊരു പ്രാർത്ഥനകളും പൂർത്തീകരിക്കാൻ സാധിക്കില്ല. പ്രിയപ്പെട്ടവര്, അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ നോമ്പ് എന്ന് പറയുന്നത്, ഇപ്പം നാളെ വെള്ളിയാഴ്ചയാണെങ്കിൽ ഇന്ന് വൈകുന്നേരം 6 മണിക്ക് മുമ്പായിട്ട് പാലോ വല്ലതും കുടിക്കണമെങ്കിൽ കുടിച്ചു കഴിഞ്ഞേച്ച് 6 മണിയാകുമ്പം പ്രാർത്ഥനയ്ക്ക് പള്ളിയകത്ത് കയറി മിക്കവാറും ഒരു 8-8:30 വരെ ഈ പള്ളിക്കകത്ത് പ്രാർത്ഥന ഒറ്റയ്ക്കിരിക്കും. തിരുമേനിയുടെ സഹോദരി ഇവിടെ തൊട്ടടുത്താണ്. തിരുമേനിയുടെ വീട് ആദ്യം താമസിച്ച വീടാണ് ഈ കുരിശുംതൊട്ടി കാണുന്നത്. തിരുമേനി നിന്ന് പ്രാർത്ഥിച്ച സ്ഥലമാണ് ആ കുരിശുംതൊട്ടി. കിഴക്കോട്ട് നിന്ന് പ്രാർത്ഥന നോക്കിയ സ്ഥലമാണ് ഈ പള്ളി. അതിനുശേഷം ഈ ഞങ്ങളുടെ കുടുംബക്കാരെ താമസിക്കുന്ന പാവളം കുടുംബത്തിൽ 6-7 വീടുകൾ ഒന്നിച്ച് ഈ ഒരു തിരുമേനിയുടെ ഒരു വീട് മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടുന്ന് ഇത് കണ്ടമായിരുന്നു. അതുകൊണ്ട് ഈ പള്ളിക്ക് കണ്ടത്തിപ്പള്ളി എന്ന് പേര് പറയുന്നത്. ഇവിടെ കണ്ടമായിരുന്നു, അതിനാണ് കണ്ടത്തിപ്പള്ളി എന്ന് പറയുന്നത്. പക്ഷേ തിരുമേനി അക്കപ്പുറത്തോട്ട് മാറി താമസിച്ചു. അവിടെ ചെന്ന് കഴിഞ്ഞ് അദ്ദേഹം പ്രാർത്ഥനയ്ക്കായിട്ട് ഈ കണ്ടത്തിൽ കൂടെ ഈ പരമ്പൊഴി നടന്നു വരും. 32 വർഷക്കാലം ഒരു പള്ളിയിൽ ശുശ്രൂഷ നടത്തി. അതിനുശേഷം സത്യവിശ്വാസം ചോദ്യം ചെയ്യപ്പെട്ടപ്പോൾ യാതൊന്നും ആഗ്രഹിക്കാതെ അന്ന് 10 രൂപ ശമ്പളം അദ്ദേഹത്തിന്. ആ 10 രൂപ ശമ്പളത്തിൽ ആ 3 രൂപ കിട്ടിയാൽ 2 രൂപ കപ്പയാർക്ക് കൊടുത്ത് 1 രൂപ തിരുമേനി കിട്ടുള്ളൂ. അല്ല, കപ്പയാർ ബുദ്ധിമുട്ടുള്ളതാണ്, അവൻ്റെ വീട് കഴിയണം. ഇതുകൊണ്ട് മാത്രമേ അന്ന് തിരുമേനി അങ്ങനെ ചെയ്യുന്നത്. 32 വർഷക്കാലം പള്ളി ശുശ്രൂഷ ചെയ്ത് അവിടെ നടന്നു പോകുന്നു. ഇവിടെ പള്ളി വെച്ചു. ഈ തിരുമേനിയുടെ പിതാവിൽ നിന്ന് കിട്ടിയ സ്വന്തം സ്ഥലമാണ്. ഇവിടെ പള്ളി വെച്ചു. പെരുമ്പള്ളി തിരുമേനി ഇവിടെ വന്ന് ചോദിച്ചു, മൽപ്പാനച്ച ആരുടെ നാമത്തിൽ പള്ളി വെക്കണമെന്ന് ആഗ്രഹിക്കുന്നത്? മാതാവിൻ്റെ നാമത്തിൽ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ കരോട്ടിൽ ദേറപ്പള്ളി മാതാവിൻ്റെ നാമത്തിൽ ആണല്ലോ എന്ന് പറഞ്ഞു. ഉടനെ പെരുമ്പള്ളി തിരുമേനി പറഞ്ഞു, സെൻറ്റ് മേരീസ് ബേഥലഹേം എന്നീ പള്ളിക്ക് സ്ഥലം. എത്ര അർത്ഥവത്തായ ഒരു പേരാണ് ബേഥലഹേം എന്ന് പറഞ്ഞാൽ. അതിൻ്റെ അർത്ഥം ബേദ് എന്ന് പറഞ്ഞ സ്ഥലം, ലഹമോ എന്ന് പറഞ്ഞാൽ അപ്പത്തിൻ്റെ സ്ഥലമാണ്. ഇവിടെ വരുന്നവർക്കെല്ലാം സമൃദ്ധിയായി കൊടുക്കാനൊക്കെ വേണം ഈ തിരുക്കബർ ഇവിടെ ഇരിക്കുക. ഈ കബറിവിടെ ഈ പള്ളി പണിത് കൂടെ തന്നെ ഈ കബറിവിടെ പണിതു. ഞങ്ങളിവിടെ 11 വീട്ടുകാരുള്ള ആദ്യമേ ഈ പള്ളി കൂടുന്നവർ. അതിനുശേഷം കുറേ ആൾക്കാരുടെ എല്ലാം കൂടി ഇപ്പം 10-35 വീട്ടുകാരുള്ളതുണ്ട്. ഈ കബർ പണിത് കൊണ്ട് തന്നെ ഈ പള്ളി പണിത് കൊണ്ട് തന്നെ ഈ കബർ ഇവിടെ പണിതു. തിരുമേനിയുടെ ഒരു മസംസായിട്ട് ഒരു വെള്ളക്കുപ്പായിട്ടുണ്ട് ഈ കബർ പണിതിട്ടുണ്ട്. ഞാനെനിക്ക് പോയി ചെല്ലുമ്പോഴത്തേക്കും പണിക്കൻ ഒരു വലിയ കുഴി എടുക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചു, പണിക്കൻ ചോദിച്ചു, ഇത് എന്നാ ഇവിടെ ഒരു കുഴി എടുക്കുന്നു ചോദിച്ചു. ആ പണിയുടെ പണിക്കാൻ പറ്റും പണ്ണാരാണ്. അപ്പം തിരുമേനി ഇത് കണ്ടോണ്ടിരിക്കുക, ഇത് കേട്ടോണ്ടിരിക്കുക. അപ്പം ഞാൻ ഇത്രയും വലിയ പണ്ണാര ഇന്ന് അറിയാനല്ലേ. പക്ഷെ അതൊക്കെ തന്നെ നടക്കുക. അപ്പം തിരുമേനിയെ കുറിച്ച് നല്ല അറിവുള്ള ആളാണ് പഠിക്കൽ. ഇവിടെ അടുത്തുള്ള ഒരാളാണ്. അപ്പം അദ്ദേഹം കുറച്ചു നേരം കഴിഞ്ഞപ്പം ഞാൻ വീട്ടിൽ ചോദിച്ചു, ഇതെങ്ങനെ എന്ന് അറിയുന്നത് പണ്ണാരാന്ന് പറഞ്ഞാൽ അതൊന്ന് അറിയാൻ വെച്ചാൽ. അപ്പം ഞാൻ തിരുമേനി ചോദിച്ചു, തിരുമേനി ഇത് എന്താണെന്ന് ചോദിച്ചു. ഉടനെ തിരുമേനിയോട് പറഞ്ഞുതരാം, ശരിക്കൊന്ന് വിശ്രമിക്കണ്ടെന്ന് ചോദിച്ചു. അപ്പം ഞാൻ കബറാണോ ചോദിച്ചു. അതേ. അപ്പം ഞാൻ ഒരു പാണം പിടിക്കലെ പോലെയും അല്ലെങ്കിൽ നമുക്ക് പഞ്ഞിരിക്കലെ പോലെയും പള്ളിയുടെ ഒരു സൈഡിൽ നമുക്ക് ഉണ്ടാക്കിയാൽ തോന്നില്ല, വേണ്ട. എനിക്ക് ഈ പള്ളി ഇവിടെ തന്നെ വേണം. ഈ പള്ളിയകത്ത് നടക്കുന്ന ആരാധനയും കുർബാനയും എന്നോട് പറഞ്ഞ കാര്യങ്ങളാണ് ഈ പറഞ്ഞത്. ഈ പള്ളിയകത്ത് നടക്കുന്ന ആരാധനയും കുർബാനയും എനിക്ക് സംബന്ധിക്കണം, എനിക്ക് കാണണം. അതുകൊണ്ട്
ഈ പിള്ളേർ നിൽക്കുന്ന ഈ സ്ഥലത്ത് മതി എന്ന് പറഞ്ഞ് അദ്ദേഹം കബറെടുത്തു. ആ കവർ പണിത് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞ് ഒരു കസേര, 2 കസേര ഇവിടെ ഉണ്ടായിരുന്നു. ഒരു കസേര ഇട്ട് അതിനകത്ത് ഇറങ്ങാൻ പറഞ്ഞു. ഞാൻ അതിനകത്ത് ഇറങ്ങി, അവിടെ ഇരിക്കാൻ പറഞ്ഞു, ഇരുന്നു. അതിനുശേഷം ആ കസേര കയറ്റി വെച്ചു. ഈ കസേര കൊള്ളാമെന്ന് പറഞ്ഞു. ആ കസേരയിൽ ഞാൻ തിരുവഞ്ഞ് കബറിലേക്ക്. ഞാൻ പറഞ്ഞത് എല്ലാം അദ്ദേഹം ഈ ലോകത്തിൽ ദൈവ തിരുനാമം മാത്രത്തിന് വേണ്ടി മാത്രം ജീവിച്ച ഒരാളാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ നോമ്പിനെ കുറിച്ച് പറഞ്ഞല്ലോ. ആ നോമ്പ് വ്യാഴാഴ്ച വൈകുന്നേരം 6 മണിക്ക് പള്ളിക്കകത്ത് കയറിയാൽ പിറ്റേ ദിവസം വെള്ളിയാഴ്ച 6 മണി കഴിയാതെ അദ്ദേഹം രാവിലെ 10 മണിക്ക് പള്ളിയിൽ ജലപാനം കഴിക്കത്തില്ല. പള്ളിക്കകത്ത് കയറി പ്രാർത്ഥിക്കും. ആ ഉപവാസവും പ്രാർത്ഥനയും കഴിച്ച് ഇറങ്ങി വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖം ശോഭനരായി വളരെ സൂര്യനെ പോലെ ഉദിച്ചെടുക്കുന്നത്. അത്രയും ദൈവവുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം, ഞാൻ ഇതൊക്കെ നേരിട്ട് കണ്ട കാഴ്ചയാണ്. അതുപോലെ തന്നെ ഉപവാസം, പ്രാർത്ഥന, ജീവിത വിശുദ്ധി, ഇങ്ങനെ ജീവിതത്തിൽ എല്ലാ ഭർത്താക്കന്മാർക്കും എല്ലാവർക്കും ഉണ്ട്. പക്ഷേ ഞാൻ കണ്ട കാര്യം മാത്രമാണ് പറയുന്നത്, ജീവിത വിശുദ്ധി. അദ്ദേഹം ഒരു സമയത്ത് പോലും നമ്മളിട്ട ഈ വസ്ത്രങ്ങൾ വിശുദ്ധ കുർബാനയ്ക്ക് ഉപയോഗിക്കുകയില്ല. നമ്മൾ അച്ഛന്മാർ ചിലപ്പോൾ കുർബാന അല്ലെങ്കിൽ ഇട്ട വസ്ത്രങ്ങൾ വീണ്ടും കുർബാനയ്ക്ക് വെച്ചു. ഒരിക്കൽ മരണം വരെയും ഇട്ട വസ്ത്രങ്ങൾ വീണ്ടും കുർബാനയ്ക്ക് അദ്ദേഹം ഉപയോഗിച്ച് ഞാനില്ല. അവസാനം മരണസമയത്ത് പൊയ്ക്കാട്ടുശ്ശേരി പള്ളിയിൽ പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ ബാഗിനകത്ത് പിറ്റേ ദിവസം കുർബാന കഴിഞ്ഞ് ഉപയോഗിക്കേണ്ടതായ ആ വസ്ത്രം വലിയ വിലപിടിപ്പൊന്നുമില്ല, ഓറത്തുണിയായിരിക്കും. പക്ഷേ അത് തേച്ച് കളയായിരുന്നു, മടക്കി അത് കട്ടിലിൻ്റെ കീഴിൽ ഇരുന്ന് അത് മടക്ക് പോലെ ഇരുന്നിട്ട് ആ പുതിയ കുപ്പായം എന്ന് പറഞ്ഞാൽ വൃത്തിയാക്കിയ വെടിപ്പുള്ള വെണ്മയുള്ള ആ വസ്ത്രം ഇട്ടുള്ള പള്ളിയകത്തോട്ട് കയറിപ്പോകും. അതുപോലെ തന്നെ ഈ കണ്ണാടി പള്ളിയകത്ത് കയറി ഒരു കണ്ണാടിയെ തിരുമേനിക്കുള്ളൂ. ആ കണ്ണാടി ഉപയോഗിക്കണമെങ്കിൽ അത് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മാത്രമേ പള്ളിയകത്ത് കണ്ണാടി വരുത്തുള്ളൂ. അതുപോലെ തന്നെ വാച്ച് അത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അത്ര ദിവസം കിട്ടുള്ളൂ. പള്ളിയിൽ ഉപയോഗിക്കുന്ന നമ്മൾ അച്ഛന്മാരും മെത്രാച്ചന്മാരും സാധാരണ പള്ളിയിൽ പൈസ നേർച്ച ഇടാറില്ല. അതുകൊണ്ട് അച്ഛന്മാരൊക്കെ അവരൊന്ന് മറ്റൊരാളെ കൈ ചിട്ടിട്ടേരിഞ്ഞ് തന്നിട്ട് കൈവിട്ടു. പക്ഷേ പല അച്ഛന്മാരും മെത്രാച്ചന്മാരും ഇടുന്നവരുണ്ട്. പക്ഷെ ഇദ്ദേഹം നേർച്ച ഇടണമെങ്കിൽ അത് തലേ ദിവസം വൃത്തിയായി കഴുകും. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇദ്ദേഹത്തെ കണ്ട കാര്യമാണ്. അച്ഛനിടും, ഞാൻ ഇദ്ദേഹത്തെ കണ്ടുവയ്ക്കാം. അതുകൊണ്ട് അദ്ദേഹം ഇത് കഴുകി വൃത്തിയാക്കണമെങ്കിൽ തലേദിവസം കഴുകി വൃത്തിയാക്കി ആ പണം ആ രാവിലെ ആ പുസ്തകത്തിനെടുത്ത് വെച്ച് അത് ആദ്യമേ അദ്ദേഹം ഇട്ടതിന് ശേഷം മറ്റുള്ളവർ കൈമുറ്റിക്കുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആ വിശുദ്ധിയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ആ പണം ഞാൻ ഒരിക്കലും ഒരു പ്രാവശ്യം ഈ വടക്കംപുറവ് പള്ളിയിൽ അദ്ദേഹത്തിനും കൂടെ ഞാൻ പോയി പെരുന്നാളിന്. അപ്പോൾ അവിടെ വലിയ പെരുന്നാളാണ്.